ഹലോ എവരിവൺ, കോർപ്പറേറ്റ് റെഗുലേഷൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ടേമാണ്. നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷേ അത് ലീഗലി അല്ലെങ്കിൽ കമ്പനി ലോയുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. 2013 കമ്പനീസ് ആക്ട് പ്രകാരം CSR മാൻഡേറ്ററി ആക്കിയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, കമ്പനി റിസോഴ്സസ് എടുക്കുന്നത് സൊസൈറ്റിയിൽ നിന്നാണല്ലേ. റോ മെറ്റീരിയൽസ് ആയാലും ഹ്യൂമൻ റിസോഴ്സ് ആയാലും ഒക്കെ കളക്ട് ചെയ്യുന്നത് സൊസൈറ്റിയിൽ നിന്നാണ്. കമ്പനി നിലനിൽക്കുന്നത് തന്നെ ഒരു സൊസൈറ്റീൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ. അതുകൊണ്ട് തന്നെ സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും കമ്പനിക്കുണ്ട്. അതിൽ തന്നെ കമ്പനീൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാവരെയും ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഫേമിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻസൈഡുള്ള ആൾക്കാരുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഔട്ട്സൈഡുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഇൻസൈഡിൽ വരുന്നവർ ആരൊക്കെയാണ്? കമ്പനീൻ്റെ എംപ്ലോയീസ് ഒക്കെയാണ് അല്ലേ. പക്ഷേ ഔട്ട്സൈഡേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് അല്ലെങ്കിൽ സപ്ലയേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ്, ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഔട്ട്സൈഡേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഒരുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം കമ്പനിക്കുണ്ട്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 144 കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, എല്ലാവരും ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ സെക്ഷൻ 135 ഓഫ് കമ്പനീസ് ആക്ട് 2013 കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ പറ്റി മെൻഷൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ പഴയ കമ്പനീസ് ആക്ടിനെ റീപ്ലേസ് ചെയ്തിട്ട് 2013 കമ്പനീസ് ആക്ട് വന്നപ്പം ഒരുപാട് പ്രൊവിഷൻസിലൊക്കെ മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ കമ്പനീസിൻ്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റ്സിൻ്റെ തന്നെ ആ ഒരു ബിസിനസ് ഫേസിനെ മാറ്റുന്ന തരത്തിലുള്ള ഒരുപാട് ചേഞ്ചസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് ഈ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സൊസൈറ്റിയിലാണ് കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും അപ്പോൾ സൊസൈറ്റിനോട് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കമ്പനിക്ക് ഉണ്ടെന്നും തിരിച്ചറിഞ്ഞിട്ട് അതും കൂടി ഈ ഒരു കമ്പനീസ് ആക്ടിൽ ഇൻക്ലൂഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. കമ്പനീസ് ആക്ട് 2013 ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് സെവറൽ ന്യൂ പ്രൊവിഷൻസ് വിച്ച് ചേഞ്ച് ദ ഫേസ് ഓഫ് ഇന്ത്യൻ കോർപ്പറേറ്റ് ബിസിനസ്. കോർപ്പറേറ്റ്സിൻ്റെ ബിസിനസ് ഫേസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന രീതിയിൽ പുതിയ പുതിയ പ്രൊവിഷൻസ് ആണ് 2013 കമ്പനീസ് ആക്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. വൺ ഓഫ് സച്ച് ന്യൂ പ്രൊവിഷൻ ഈസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതിലൊന്നാണ് CSR. And this is based on the concept that companies take resources in the form of raw material, human resource, etc. from the society, which in turn giving something back to the society in the form of CSR activities. നമുക്കറിയാം, കമ്പനി നിലനിൽക്കുന്നത് സൊസൈറ്റിയിലാണ്. എല്ലാ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതും സൊസൈറ്റിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ കളക്ട് ചെയ്യുന്നത് സൊസൈറ്റിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ തിരിച്ചും റിട്ടേൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനി CSR ആക്ടിവിറ്റീസിൻ്റെ രൂപത്തിലൂടെ സൊസൈറ്റിക്കും നല്ലത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം. ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, നോക്കാം. അക്കോർഡിംഗ് ടു ദ വേൾഡ് ബിസിനസ് കൗൺസിൽ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, corporate social responsibility is the continuing commitment by business to behave ethically and contribute to economic development while improving the quality of life of the workforce and their families as well as the local community and the society at large. ഇവിടെ പറയുന്നത് CSR എന്ന് പറയുന്ന ആക്ടിവിറ്റി ശരിക്കും പറഞ്ഞാൽ കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ കമ്പനീൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെയൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റാണ് സൊസൈറ്റിനോടുള്ളത്. കൂടുതൽ എത്തിക്കലായിട്ട് ബിഹേവ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനും കമ്പനിയെ പ്രേരിപ്പിക്കുന്ന ആക്ടിവിറ്റീസാണ് CSR ആക്ടിവിറ്റീസ്. ഇതിലൂടെ വർക്ക് ഫോഴ്സിൻ്റെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിപ്പിക്കാനും അവരുടെ ഫാമിലീസിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും അല്ലെങ്കിൽ ലോക്കൽ കമ്മ്യൂണിറ്റിക്കും സൊസൈറ്റിക്കൊക്കെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് കമ്പനീൻ്റെ ഉത്തരവാദിത്വമായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഡെഫിനേഷൻ നോക്കുക. മലൻ ബേക്കർ സെഡ് ദാറ്റ് CSR ഈസ് അബൌട്ട് ഹൗ കമ്പനീസ് മാനേജ് ദ ബിസിനസ് പ്രോസസ്സസ് ടു പ്രൊഡ്യൂസ് ആൻ ഓവറോൾ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ സൊസൈറ്റി. ഒരു കമ്പനി എങ്ങനെയാണ് അതിൻ്റെ ബിസിനസ് പ്രോസസ്സൊക്കെ മാനേജ് ചെയ്യുന്നത്, അതിലൂടെ എങ്ങനെയൊക്കെയാണ് സൊസൈറ്റിയിലൊരു ഇമ്പാക്റ്റ് വരുത്തുന്നത് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് വരുത്തുന്നത് എന്നതിനെയാണ് നമ്മൾ CSR എന്ന് പറയുന്നത്. അപ്പം ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ സൊസൈറ്റിയിൽ നല്ലൊരു മാറ്റം വരുത്താനും കമ്പനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനി CSR ആക്ടിവിറ്റീസൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ CSR എന്ന് പറയുന്ന ടേം ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ വോളണ്ടറി കോർപ്പറേറ്റ് ഇനീഷ്യേറ്റീവ് കൺസേൺഡ് വിത്ത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, എൻവയോൺമെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പോൾ ഇവിടെ ഊന്നൽ നൽകുന്ന കാര്യങ്ങൾ ഒന്ന് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് ആണ്, സൊസൈറ്റൽ ഡെവലപ്മെൻ്റ് ആണ്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ റൈറ്റ്സിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ടേംസും ഓർത്ത് വയ്ക്കുക. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, എൻവയോൺമെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിനെയാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. Then CSR policies and programs seek to benefit society while simultaneously improving a corporation's public image and profitability. CSR ആക്ടിവിറ്റീസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ കമ്പനീൻ്റെ പബ്ലിക് ഇമേജ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവും. അതോടൊപ്പം തന്നെ കമ്പനിക്ക് പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്.
Then CSR is about treating stakeholders responsibly or ethically. Stakeholders exist both within the firm and outside. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ എത്തിക്കലായിട്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിളായിട്ട് അവരോട് ബിഹേവ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് CSRയിലൂടെ ഉദ്ദേശിക്കുന്നത്. Then, along with the profitability of the corporation, social responsibility is to create higher and higher standard of living. കമ്പനിക്ക് പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കോർപ്പറേഷന് പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇത്തരം CSR ആക്ടിവിറ്റീസ് സൊസൈറ്റിയിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിക്കും, ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് അച്ചീവിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ സൊസൈറ്റി. അപ്പോൾ CSR ആക്ടിവിറ്റീസിലൂടെ നമ്മൾ അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ്. സുസ്ഥിര വികസനം എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ ഇവിടെ CSR ആക്ടിവിറ്റിയിലൂടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന സൊസൈറ്റിനോട് കമ്പനിക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കും, അതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് കമ്പനിയുടെ ഡ്യൂട്ടിയാണ് അല്ലേ. ഇപ്പോൾ CSR ആക്ടിവിറ്റീസ് കമ്പനീസ് ആക്ട് അങ്ങനെ 2013 മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കമ്പനീൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ പുറത്തുള്ള ഔട്ട്സൈഡേഴ്സിനും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം കമ്പനിക്കുണ്ട്. അതിലൂടെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിപ്പിക്കാനും എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യാനും അങ്ങനെ സൊസൈറ്റിയിൽ ഒരു പോസിറ്റീവ് മാറ്റം വരുത്താനായിട്ടും കമ്പനിക്ക് സാധിക്കണം. ഇനി CSRുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷനാണ് അടുത്ത പാരഗ്രാഫുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഹാസ് നോട്ടിഫൈഡ് ദ സെക്ഷൻ 135 ആൻഡ് ഷെഡ്യൂൾ 6 of the Companies Act 2013 as well as the provision of the Companies Act Rules 2014 to come into effect from April 2014. ഇപ്പോൾ ഇവിടെ 2014 വന്നിട്ടുള്ള കമ്പനീസ് റൂൾസ് പ്രകാരവും അല്ലെങ്കിൽ ഷെഡ്യൂൾ 6 പ്രകാരമോ ദെൻ സെക്ഷൻ 135 പ്രകാരമൊക്കെ ഈ ഒരു മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഈ CSR ആക്ടിവിറ്റീസിന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനീസിനാണ് ഈ ഒരു CSR ആക്ടിവിറ്റീസിനെ മാൻഡേറ്ററി ആക്കിയിട്ടുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു ഏപ്രിൽ 2014 ശരിക്കും അത് നിലവിൽ വന്നിട്ടുള്ളല്ലേ. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 1 2014 മുതൽ എല്ലാ കമ്പനീസും പബ്ലിക് കമ്പനി ആയാലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയാലും വിച്ച് ഹാസ് എ നെറ്റ് വർത്ത് ഓഫ് 500 crore 500 കോടിയിലധികം നെറ്റ് വർത്ത് ഉള്ളൊരു കമ്പനിയോ അല്ലെങ്കിൽ 1000 കോടിയിലധികം ടേൺ ഓവർ ഉള്ളൊരു കമ്പനിയോ അതും അല്ലെങ്കിൽ 5 കോടിയിലധികം നെറ്റ് പ്രോഫിറ്റ് ഉള്ളൊരു കമ്പനിയോ തൊട്ടടുത്ത 3 ഫിനാൻഷ്യൽ ഇയേഴ്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ 2% അല്ലെങ്കിൽ ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ 2% CSR ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. 500 കോടിയിലധികം നെറ്റ് വರ್ತോ 1000 കോടിയിലധികം ടേൺ ഓവറോ ഇനി 5 കോടിയിലധികം നെറ്റ് പ്രോഫിറ്റോ ഉള്ളൊരു കമ്പനി അതിൻ്റെ 2% ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ 2% CSR ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, CSR ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് തോന്നി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കലല്ല. നമ്മളെ കമ്പനീസ് ആക്ടിൽ ഏതൊക്കെയാണ് CSR ആക്ടിവിറ്റീസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് കമ്പനി എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് CSR എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് CSR ആക്ടിവിറ്റീസ് ആയിട്ട് അല്ലെങ്കിൽ CSRന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കുക എന്നുള്ളത് കമ്പനീസ് ആക്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ for the purpose average net profit shall be calculated in accordance with the provision of section 198. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ 2% CSR ആക്ടിവിറ്റീസിന് വേണ്ടി മാറ്റി വെക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനീസ് ആവറേജ് നെറ്റ് പ്രോഫിറ്റ് കണക്കാക്കേണ്ടത് നമ്മൾ കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 198 മെൻഷൻ ചെയ്തത് പ്രകാരമായിരിക്കണം. ഓക്കെ, ദെൻ ഫർദർ ദ ക്വാളിഫയിങ് കമ്പനി വിൽ ബി റിക്വയർഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കമ്മിറ്റി ഓഫ് the board of directors consisting of 3 or more directors out of which at least 1 director shall be independent director. ഇത്തരത്തിൽ ക്വാളിഫയിങ് കമ്പനീസ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 500 കോടിയിലധികം നെറ്റ് വರ್ತോ 1000 കോടിയിലധികം ടേൺ ഓവറോ 5 കോടിയിലധികം നെറ്റ് പ്രോഫിറ്റോ ഉള്ള കമ്പനീസാണ് ക്വാളിഫയിങ് കമ്പനീസ്. അപ്പോൾ ഈ കമ്പനീസ് ഉടനെ തന്നെ ഒരു CSR കമ്മിറ്റി കമ്പനിയിൽ ഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് അതിലുണ്ടാവുക. 3 അതിലധികമോ ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതിൽ ഒരു ഡയറക്ടർ എന്തായാലും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. ഓക്കെ, ദെൻ കമ്പനീസ് ആക്ട് പ്രകാരം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടാത്ത ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർ ഫോം ചെയ്യേണ്ട CSR കമ്മിറ്റിയിൽ 2 or more ഡയറക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2017 പ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. CSRനെ മാൻഡേറ്ററി ആക്കിയിട്ടുള്ളത് ഏപ്രിൽ 1 2014 മുതലാണ്. അപ്പോൾ അതിൽ പബ്ലിക് ആയാലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയാലും CSR ആക്ടിവിറ്റീസ് മാൻഡേറ്ററി ആക്കിയിട്ടുള്ള കേസുകൾ നമ്മൾ പറഞ്ഞു. 500 കോടിയിലധികം നെറ്റ് വർത്ത് അല്ലെങ്കിൽ 1000 കോടിയിലധികം ടേൺ ഓവർ അതും അല്ലെങ്കിൽ 5 കോടിയിലധികം നെറ്റ് പ്രോഫിറ്റ് ഉള്ള ഒരു കമ്പനി അവരുടെ ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ 2% CSR ആക്ടിവിറ്റീസിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. CSR ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ടിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ
ഇത്തരത്തിലുള്ള ക്വാളിഫയിങ് കമ്പനീസ് ഒരു കമ്മിറ്റി ഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്, CSR കമ്മിറ്റി. അതിൽ ഡയറക്ടേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അതിൽ 3 അതിലധികമോ ഡയറക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാം. അതിൽ ഒരു ഡയറക്ടർ നിർബന്ധമായും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. ഓക്കെ, ഇനി കമ്പനീസ് ആക്ട് പ്രകാരം നിർബന്ധമായിട്ടും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ അപ്പോയിൻറ്റ് ചെയ്യേണ്ടാത്ത കമ്പനിയാണെന്നുണ്ടെങ്കിൽ CSR കമ്മിറ്റിയിൽ 2 അതിലധികമോ ഡയറക്ടേഴ്സ് ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്ത് വയ്ക്കുക കേട്ടോ. ഈ ഒരു ചാർട്ട് നിങ്ങൾ വരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് വരച്ചെടുക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് CSR കമ്മിറ്റിയാണ്. സെക്ഷൻ 135 സബ്സെക്ഷൻ 3യിലാണ് ഈ ഫങ്ഷൻസിനെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞല്ലോ, കമ്പനീസ് നിർബന്ധമായിട്ടും CSR കമ്മിറ്റീസിനെ ഫോം ചെയ്യേണ്ടതായിട്ടുണ്ടല്ലേ. അതായത് ക്വാളിഫയിങ് കമ്പനീസ് കേട്ടോ. ക്വാളിഫയിങ് കമ്പനീസ് എന്ന് പറയുന്നത് 500 നെറ്റ് വರ್ತോ 1000 crore ടേൺ ഓവറോ അല്ലെങ്കിൽ 5 crore നെറ്റ് പ്രോഫിറ്റോ ഉള്ള കമ്പനീസാണ്. ഈ കമ്പനീസാണ് CSR കമ്മിറ്റി ഫോം ചെയ്യേണ്ടത്. ഇനി CSR കമ്മിറ്റിയുടെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഫോർമുലേറ്റ് ആൻഡ് റെക്കമെൻഡ് ടു ദ ബോർഡ് ദ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി വിച്ച് ഷാൾ ഇൻഡിക്കേറ്റ് ദ ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൺ ബൈ ദ കമ്പനി സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 6 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. 2013 കമ്പനീസ് ആക്ടിൽ ഷെഡ്യൂൾ 6 മെൻഷൻ ചെയ്തത് പ്രകാരം ഏതൊക്കെ ആക്ടിവിറ്റീസാണ് കമ്പനി സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി തയ്യാറാക്കുന്നത് ഈ ഒരു കമ്മിറ്റിയാണ്. നമ്മൾ കമ്മിറ്റി രൂപീകരിക്കുന്നത് തന്നെ CSRമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അവർക്ക് ഫസ്റ്റായിട്ടുള്ള ഡ്യൂട്ടി എന്താണ്? പോളിസി ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ റെക്കമെൻഡ് ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ടു ബി ഇൻകേർഡ് ഫോർ ദ ഇൻഡിക്കേറ്റഡ് ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ ഈ ഒരു പോളിസി ഫോർമുലേറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ആക്ടിവിറ്റീസും സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നതിന് എത്രത്തോളം എമൗണ്ട് എക്സ്പെൻസ് വരുമെന്നുള്ളതും റെക്കമെൻഡ് ചെയ്യേണ്ടത് ഈ ഒരു കമ്മിറ്റിയാണ്. ദെൻ മോണിറ്റർ CSR പോളിസി ഓഫ് ദ കമ്പനി ഫ്രം ടൈം ടു ടൈം. സമയാസമയം അതിനെ വിലയിരുത്തേണ്ടതും മോണിറ്റർ ചെയ്യേണ്ടതൊക്കെ ഈ ഒരു കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ CSRമായി ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസ് നിശ്ചയിക്കാനും പോളിസി തയ്യാറാക്കാനും അതിന് എത്രത്തോളം എമൗണ്ട് എക്സ്പെൻസ് വരും എന്ന് കണക്കാക്കാനും ദെൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോളിസി പ്രകാരം ആക്ടിവിറ്റീസ് ഒക്കെ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് വിലയിരുത്താനും വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ CSR കമ്മിറ്റി ഇത്തരത്തിലെ പോളിസി സബ്മിറ്റ് ചെയ്യേണ്ടത് ബോർഡാണ് അപ്രൂവൽ കൊടുക്കേണ്ടത്. ബോർഡ് CSR കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം CSR പോളിസീസിനെ വിലയിരുത്തുകയും അതുപോലെ തന്നെ അപ്രൂവൽ കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കമ്പനീൻ്റെ റിപ്പോർട്ട്സിലും കമ്പനീൻ്റെ വെബ്സൈറ്റിലും കമ്പനീസ് ആക്ടിൽ മെൻഷൻ ചെയ്തത് പ്രകാരം ഈ പോളിസി പബ്ലിഷ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ദെൻ ഒരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. CSR പോളിസിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും കമ്പനി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് വിലയിരുത്തേണ്ടത് ഈ ഒരു CSR കമ്മിറ്റിയുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻസ് ആകെ 3 ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മെയിനായിട്ടും പറയുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോളിസി തയ്യാറാക്കുക, അതിന് എത്രത്തോളം എമൗണ്ട് ചിലവാകും എന്നുള്ളത് കണക്കാക്കുക, ദെൻ ബോർഡിൻ്റെ അടുത്ത് നിന്ന് അപ്രൂവൽ വാങ്ങുക, ഈ ഒരു CSR ആക്ടിവിറ്റീസ് സമയാസമയം വിലയിരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നോക്കാനുള്ളത് ആക്ടിവിറ്റീസ് അണ്ടർ CSR. കമ്പനീസ് ആക്ടിൽ ഏതൊക്കെ ആക്ടിവിറ്റീസിനെയാണ് CSR ആയിട്ട് കണക്കാക്കുക എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു അത് ഫോക്കസ് ചെയ്യുന്ന ഏരിയ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന ആക്ടിവിറ്റീസ് ആയിരുന്നു അല്ലേ. പിന്നെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് CSRൽ ഉൾപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ, പോവർട്ടി എറാഡിക്കേഷൻ അല്ലെങ്കിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം എന്നൊക്കെ പറയില്ലേ, അത്തരം ആക്ടിവിറ്റീസിലൊക്കെ കമ്പനി ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു CSR ആക്ടിവിറ്റിയാണ്. ദെൻ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ജെൻഡർ ഈക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുക, വുമൺ എംപവർമെൻറ്റ്, ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ മെറ്റേണൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്, HIV മലേറിയ ഒക്കെ പോലെയുള്ള വൈറൽ രോഗങ്ങളെ തടയുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് കമ്പനി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ്, ദെൻ വൊക്കേഷണൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്തിട്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അതുപോലെ തന്നെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ് പ്രോജക്ട്സ് ഏറ്റെടുത്ത് ചെയ്യുന്നത്, ദെൻ PM-ൻ്റെ നാഷണൽ റിലീഫ് ഫണ്ടിലേക്ക് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ ഒക്കെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിനും അല്ലെങ്കിൽ ഏതെങ്കിലും ദുരിതാശ്വാസ നിധിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, അതൊക്കെ CSR ആക്ടിവിറ്റിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ SC/ST അല്ലെങ്കിൽ OBC, മറ്റ് ബാക്ക്വേർഡ് ക്ലാസ്സസ്, മൈനോറിറ്റീസ്, വിമൺ ഇവരുടെയൊക്കെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് കമ്പനി നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ CSR ആക്ടിവിറ്റി ആയിട്ടാണ് കണക്കാക്കുക. ഓക്കെ, അപ്പോൾ CSR ആക്ടിവിറ്റി ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇത്തരം ആക്ടിവിറ്റീസ് നടത്തേണ്ടത് ആ ഒരു കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന സൊസൈറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത ഏരിയാസിലൊക്കെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് CSR ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുക. അല്ലാതെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ പാർട്ടിക്കൊന്നും കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ഒന്നും CSR ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കൂല.
സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൻ്റെ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ കമ്പനി സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ടൊക്കെ CSR ആക്ടിവിറ്റീസിലാണ് ഉൾപ്പെടുക. ഓക്കെ, അപ്പോൾ എംപ്ലോയീസിൻ്റെ മക്കൾക്കുള്ള എഡ്യൂക്കേഷനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള സാധ്യതകൾ കൊണ്ടുവന്നിട്ട് അതിലൂടെ എംപ്ലോയ്മെൻറ്റിനെ എൻഹാൻസ് ചെയ്യാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അതൊക്കെ CSR ആക്ടിവിറ്റീസാണ്. ഓക്കെ, ഇനി CSR ആക്ടിവിറ്റീസിൻ്റെ ഈ ഒരു റിപ്പോർട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, CSR ആക്ടിവിറ്റീസിൻ്റെ ആനുവൽ റിപ്പോർട്ടും തയ്യാറാക്കണം, അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി CSR റിപ്പോർട്ട് എങ്ങനെ വേണമെന്ന് പറയുന്നുണ്ട്. അതിൽ CSR പോളിസീൻ്റെ ഒരു ബ്രീഫ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ CSR കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, കമ്പനീൻ്റെ ആവറേജ് നെറ്റ് പ്രോഫിറ്റ് എന്തായിരുന്നു, അതുപോലെ തന്നെ CSR എക്സ്പെൻഡിച്ചർ എത്രയാണ്, ഇതൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി CSRൽ പറഞ്ഞിട്ടുള്ള ഒരു മിനിമം എമൗണ്ട് 2% പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ 2% കമ്പനിക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നത് കാണിക്കുന്ന റീസൺസും കൂടി ആ റിപ്പോർട്ടിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് CSR ആക്ടിവിറ്റീസും അതുപോലെ തന്നെ CSRൻ്റെ റിപ്പോർട്ട്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഹെഡിലേക്ക് പോവാം. അമെൻമെൻറ്റ്സ് ആസ് പെർ കമ്പനീസ് ആക്ട് 2019 വന്നിട്ടുള്ള അമെൻമെൻറ്റ്സിൽ CSR ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോക്കാം. ഫസ്റ്റ് വൺ, along with the words 3 immediately preceding financial years where the company has not completed the period of 3 financial years since its inception, during such immediately preceding financial years shall be inserted. ചില കമ്പനീസ് തുടങ്ങിയിട്ട് 3 വർഷം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, പക്ഷേ ആ കമ്പനി ഒരു ക്വാളിഫയിങ് കമ്പനി ആണെങ്കിൽ CSR ആക്ടിവിറ്റീസ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 ഇയേഴ്സിൻ്റെ കണക്ക് അവിടെ മാറ്റിക്കൊണ്ട് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ, തൊട്ടടുത്ത ഫിനാൻഷ്യൽ ഇയർ എന്നുള്ളൊരു സെൻറ്റൻസ് അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ CSR ആക്ടിവിറ്റീസിലേക്കുള്ള ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഒക്കെ നമ്മൾ കണക്കാക്കുന്നത് ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ദെൻ അടുത്തത് നോക്കുക. എനി എമൗണ്ട് അൺസ്പെൻഡ് ബൈ ദ കമ്പനി ഇൻ ദ കേസ് ഓഫ് ആൻ ഓൺഗോയിങ് പ്രോജക്റ്റ് shall be transferred within a period of 30 days from the end of the financial year to a special account to be opened by the company in that behalf for that financial year in any scheduled bank to be called unspent corporate responsibility account. ഇനി ഏതെങ്കിലും കമ്പനീസ് CSR ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും എമൗണ്ട് സ്പെൻഡ് ചെയ്യാനുള്ളത് കയ്യിൽ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ടിനെ ഷെഡ്യൂൾഡ് ബാങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടതുണ്ട്. ആ അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് അൺസ്പെൻഡ് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ട്. ഈ ഒരു അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ 3 വർഷത്തിൻ്റെ ഉള്ളിൽ ആ ഒരു എമൗണ്ട് നിർബന്ധമായിട്ടും കമ്പനി CSR പോളിസി പ്രകാരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. CSR പോളിസിയിൽ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും കമ്പനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ടിവിറ്റീസിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ള കുറച്ച് ഫണ്ടുകൾ ഉണ്ടായിരുന്നല്ലോ. അതായത് പ്രൈം മിനിസ്റ്ററിൻ്റെ നാഷണൽ റിലീഫ് ഫണ്ട് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ റിലീഫിലേക്ക് വേണ്ടിയിട്ടോ വെൽഫെയറിലേക്ക് വേണ്ടിയിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഫണ്ടിലേക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ CSR ആക്ടിവിറ്റീസ് ആയിട്ടാണ് കണക്കാക്കുക. ഇൻ കേസ് വേറൊരു ആക്ടിവിറ്റീസും കമ്പനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെൻഷൻ ചെയ്തിട്ടുള്ള ഫണ്ട്സിലേക്ക് ഈ ഒരു എമൗണ്ടിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 3 ഫിനാൻഷ്യൽ ഇയർ വരെ കാലാവധി കൊടുക്കുന്നുണ്ടല്ലേ ആ ഒരു അൺസ്പെൻഡ് എമൗണ്ടിന് സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്നിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് 30 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നാഷണൽ റിലീഫ് ഫണ്ടിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ദുരിതാശ്വാസ നിധിൻ്റെ ഫണ്ടിലേക്കോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെൽഫെയർ ഫണ്ടിലേക്കൊക്കെ ആ ഒരു എമൗണ്ടിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി തേർഡ് പോയിന്റിൽ പെനാൽറ്റി പ്രൊവിഷൻസ് ആണ് പറയുന്നത്. ഇവിടെ കമ്പനിക്ക് കിട്ടുന്ന പണിഷ്മെൻറ്റിൻ്റെ കാര്യമാണ് മെൻഷൻ ചെയ്യുന്നത്. കമ്പനീസ് ആക്ട് പ്രകാരം ക്വാളിഫയിങ് കമ്പനീസ് നിർബന്ധമായിട്ടും CSR ആക്ടിവിറ്റീസ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ. അതിലെന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുന്ന പ്രൊവിഷൻസിൽ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തുന്ന കമ്പനീസ് നിർബന്ധമായിട്ടും പെനാൽറ്റിക്ക് വിധേയരാണ്. അവിടെ 50,000 രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ കമ്പനി പിഴടക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ ഡിഫോൾട്ടിന് കൂട്ടുനിന്നിട്ടുള്ള എല്ലാ ഓഫീസേഴ്സിനും ഇംപ്രിസൺമെൻറ്റിനുള്ള സാധ്യതയുണ്ട്. 3 ഇയേഴ്സ് വരെ ഇംപ്രിസൺമെൻറ്റ് നീളാം. അതുപോലെ തന്നെ 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ പിഴടക്കേണ്ടതായിട്ടും വരും. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് ഏതെങ്കിലും കമ്പനീസിന് സ്പെഷ്യൽ ഡയറക്ഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ ജനറൽ ഡയറക്ഷൻ കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു റൈറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും കമ്പനി പ്രൊവിഷനുമായിട്ട് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അവരെ ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് CSRുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയാണ് CSRൻ്റെ പ്രൊവിഷൻസും അതുപോലെ തന്നെ ആക്ടിവിറ്റീസൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഏരിയ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ദെൻ CSR ആക്ടിവിറ്റീസ് ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള കമ്പനീസ് ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ക്രൈറ്റീരിയ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ ചാർട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. ഓക്കെ, താങ്ക് യു.